എം പ്രകാശൻ മാസ്റ്റർ, നിലമ്പൂരിൽ ഇതാ ഇപ്പോൾ അവസാന 4 നാളുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു വഴിക്കാണോ കാര്യങ്ങളുടെ പോക്ക്? നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നില്ല, പക്ഷേ മറുപടി പറഞ്ഞ് തളർന്നുകൊണ്ടിരിക്കുന്ന UDF ക്യാമ്പിനെ നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരുന്നോ പ്രതീക്ഷിച്ചത്? തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടായിരിക്കുന്ന വലിയ മുന്നേറ്റം മിക്കവാറും എല്ലാ മാധ്യമങ്ങളും കൃത്യമായ നിലക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത്യാവേശത്തോടു കൂടിയാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ഈ മണ്ഡലം സ്വീകരിച്ചത് എന്നുള്ളത് ആർക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയാത്ത ഒരു വാർത്തയായിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ UDFൻ്റെ പ്രകടനം പരിശോധിക്കുമ്പോൾ അവർ വേറെ ഗൗരവമായ പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കാൻ സാധിക്കാതെ എങ്ങനെയാണ് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാവുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ക്ഷേമ പെൻഷൻ. ആ ക്ഷേമ പെൻഷൻ ആദ്യം കൈക്കൂലിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് പിന്നീട് ക്ഷേമ പെൻഷൻ്റെ എല്ലാം തന്നെ അത് വർദ്ധിപ്പിച്ചതിനെല്ലാം ഉത്തരവാദിത്തം തങ്ങൾക്കാണ് എന്ന നിലക്കുള്ള വ്യാജ പ്രചരണം നടത്തി. എന്നാൽ വളരെ കൃത്യമായ നിലക്ക് തന്നെ 1600 രൂപ ഉള്ള പെൻഷനിൽ ഇതുവരെ പെൻഷൻ ആരംഭിച്ചത് നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ഇന്ന് വരെയുള്ള ഈ വർഷങ്ങളിലാകെ UDFൻ്റെ ഗവൺമെൻറ് ആകെ വർദ്ധിപ്പിച്ചത് 100 രൂപയാണെന്നും അതുതന്നെ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യവും ഈ ചർച്ചക്കടിയിൽ വെളിപ്പെട്ടു. അങ്ങനെ വലിയ നിലക്ക് തങ്ങൾ ഉന്നയിച്ച വാദങ്ങൾ പൊളിഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിലാണ് പുതിയ ചില മുട്ടാപ്പോക്ക് ന്യായങ്ങളുമായിട്ട് അവർ മുന്നോട്ടേക്ക് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, വഴിക്കടവിലുണ്ടായിട്ടുള്ള ഒരു അപകട മരണം അത് എന്തോ കേരളത്തിലെ LDFൻ്റെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും എല്ലാം ഉണ്ടാക്കിയ ഒന്നാണ് എന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടതാണ്. യാതൊരു ന്യായീകരണമില്ലാതെ ആശുപത്രിയിലേക്കുള്ള വഴി തടയാൻ കോൺഗ്രസ് കാണിച്ചിരിക്കുന്ന താല്പര്യം യഥാർത്ഥത്തിൽ അവർ എത്രമാത്രം ജാള്യതയോടെയാണ് പിൻവാങ്ങേണ്ടി വന്നത് എന്നുള്ളത് ഈ വഴിക്കടവിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കെല്ലാം ബോധ്യമുള്ളതാണ്. ഇന്ന് നടത്തി കൊടുക്കുന്ന പ്രചാരവേല എന്താ? ഇന്ന് നടത്തുന്ന പ്രചാരവേല UDFൻ്റെ നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും അവരുടെ വണ്ടികൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന് യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെട്ട ആയുസ് പോലും ഉണ്ടായില്ല. കാരണം ആ വാർത്തയുടെ വില എത്ര അധിക്ഷേപകരമായിട്ടാണ് അത്തരമൊരു കാര്യത്തോട് ഇവിടെ മാക്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചത്. ഇവിടെ തന്നെ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കാണിച്ചു കൊടുക്കാം, അവർക്ക് ഈ പറയുന്ന പോലെ പാരിതോഷികം കൊടുക്കാം എന്നെല്ലാമുള്ള കാര്യം എത്ര ഔദ്ധത്തോടെയാണ് അവർ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ അവരെ കാര്യം ഉന്നയിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവിടെ K രാധാകൃഷ്ണൻ MPയെ പോലീസ് പരിശോധിച്ചതിൻ്റെ വിവരം വന്നു. എന്തിന്? വഴിക്കടവ് ആനമറിയിൽ മന്ത്രിയെ തന്നെ നേരിട്ട് പരിശോധിച്ചതിൻ്റെ വിവരങ്ങൾ വന്നു. അപ്പോൾ എന്തോ കോൺഗ്രസിൻ്റെ ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരുടെ വാഹനങ്ങൾ പരിശോധിക്കുകയാണെന്ന് പറയുന്ന അവരുടെ വാദമുഖത്തിന് അല്പായുസ് പോലും ഉണ്ടായില്ല. ഉന്നയിച്ചപ്പോൾ തന്നെ അത് ചാവിള്ളയായിരുന്നു എന്നുള്ള നിലക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ സ്ഥാനാർത്ഥിത്വം, ഇവിടെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം ഓരോ ദിവസം കഴിയുന്തോറും പിന്നോട്ടേക്ക് പോകുന്ന ഒരു നിലയാണ് നമുക്ക് ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ വേണ്ടി കഴിയുക. സ്വരാജ് എന്തുകൊണ്ടും ഈ മണ്ഡലത്തിന് സ്വീകാര്യനായിട്ടുള്ള ഈ നാടിൻ്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ നിലക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.